ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പ്രോ ഗെയിമിംഗ് 2.0. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് 1.20.18 നമ്മുടെ വേൾഡ് പോയി ഗായ്സ്. വേൾഡ് പോയതല്ല, ഞാൻ ടെക്സ്റ്റർ പാക്ക് ലോഡ് ചെയ്തു. നമ്മുടെ വേൾഡിൽ അച്ചീവ്മെൻറ്റ്സ് പോയി. ഒരുപാട് കാര്യങ്ങൾ ആ വേൾഡിലുണ്ടായിരുന്നു. ടോട്ടംസ്, ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ഒരു 10 വീഡിയോ ഈ വേൾഡിന് ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ പോയി. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അച്ചീവ്മെൻറ്റ്സ് ഇല്ലാത്ത വേൾഡ് കളിച്ചാൽ പറയണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ വിഷമമാണ്. ഇന്നലെ കുറേ വിഷമിച്ചു. അപ്പോൾ അതിനായിട്ട് ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. വി ആർ സ്റ്റാർട്ടിങ് ന്യൂ വേൾഡ്, മലയാളികളുടെ സാമ്രാജ്യം. മലയാളികളുടെ ഇങ്ങനെയൊക്കെ തന്നെ പറ്റൂ. കളുടെ സാമ്രാജ്യം അല്ലേ. 3.0 ഇറങ്ങിയിരിക്കുന്നു. കോയ്സ് കൈയടിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും മൾട്ടിപ്ലെയർ, ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഓപ്പറേറ്റർ ആവേണ്ട മെമ്പർ തന്നെ ആയാൽ മതി. എന്തിനാടേ ഓപ്പറേറ്ററൊക്കെ. അപ്പോൾ ഞാൻ ചെയ്യാല്ല, നേരെ ക്രിയേറ്റിൽ കൊടുക്കുക. എവിടെ സ്പോണാവുമെന്ന് നമുക്ക് കണ്ടറിയാം. സോ ഗൈസ്, നമ്മുടെ ഫ്ലാഷ് ഇൻ്റർനെറ്റ് അരമണിക്കൂറിനുള്ളിൽ ഇത്രത്തിൽ ചേർന്നിട്ടുണ്ട്. ഇനി 1 മണിക്കൂറും കൂടി വെയിറ്റ് ചെയ്തിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വേൾഡിൻ്റെ സ്പോൺ എത്തിയിട്ടുണ്ട്. സ്പോണൊരു സ്പ്രൂസ് ബയോമിലാണ്. യെസ്, നമ്മുടെ മലയാളികളുടെ സാമ്രാജ്യം നമ്മൾ ഉണ്ടാക്കാൻ പോണ സ്പ്രൂസ് ബയോമിലാണ്. ഓ വില്ല്, എൻ്റെ മോനെ സെറ്റി നിനക്ക് ഒരു കാര്യം. സോ ഗൈസ്, നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെയും കൂടി ഇൻവൈറ്റ് ചെയ്യാം. എങ്ങനെ ഇത് വീഡിയോ സെറ്റിങ്സിൽ പോയി എന്തെങ്കിലും കാട്ടേണ്ടി വരും മിക്കവാറും. നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ സെറ്റിങ്സ് പോയിട്ട് മൾട്ടിപ്ലെയർ, ഓക്കെ, അക്കൗണ്ട്, ജനറൽ, ഇത് ഹലോ. ഞാനൊന്ന് ബാക്ക് അടിച്ചിട്ട് തരാം ഗൈസ്, ഒരു 5 മിനിറ്റ്. സോ ഗൈസ്, നമ്മൾ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാം. അവിടെ അതിന് മുമ്പ് കയറിയാ ചക്ക അവിടെ കയറി നമ്മുടെ ഫ്രണ്ട് കയറി. അതാ റൂയിൻ പോട്ടെ, നമ്മൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. അത് ഫ്രണ്ട് വരട്ടെ. ഫുഡ് കട്ടിട്ട് കിടക്കാൻ തന്നെ. അപ്പോൾ അവിടെ വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോയി എന്നിട്ട് ഇവിടെ ഉണ്ട് ചിപ്പി ചാപ്പ മതി. നമുക്ക് ഈ വേൾഡിൽ ഡയമണ്ട് ആർമർ അത്രയും പെട്ടെന്ന് വേണം. കുറച്ച് ലെങ്ത് കൂടി വരാമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വേൾഡ് പോലെ നമുക്ക് തിരിച്ച് കൊണ്ടുവരണം. നമുക്ക് നഷ്ടപ്പെട്ടതൊന്നുമില്ല, നമ്മൾ തിരിച്ച് കൊണ്ടുവന്നിരിക്കും. ഓക്കെ, നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. തിരിച്ചു വന്നിരിക്കും. അവന് ചാർജ് ഇല്ല. അപ്പോൾ നമുക്ക് കളിക്കാൻ എന്തായാലും തൽക്കാലം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അയൺ ആർമർ സെറ്റാക്കാം. റൂയിൻ പോർട്ടൽ എക്സ്പ്ലോർ ചെയ്യുക, പെട്ടെന്ന് ഡയമണ്ട് ആർമർ ഹൗസ് ക്രാഫ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ നമ്മുടെ ജോലി. പിന്നെ സെക്കൻഡ് എപ്പിസോഡിൽ തന്നെ നെഡറേറ്റ് ആവും. അതെന്തൊക്കെ പറഞ്ഞാൽ ശരി, നമ്മൾ എങ്ങനെയെങ്കിലും നെഡറേറ്റ് ആവും. ആർമർ, ടൂൾസ് ഞാൻ പറയുന്നില്ല. ടൂൾസ് എനിക്ക് ഉറപ്പില്ല. ഹായ് പട്ടിക്കുട്ടി. അല്ല, ഇവിടെ വേറൊരു പട്ടി ഉണ്ടാവില്ലേ, സ്നോയി വുൾഫ്. ഇത് ഇത്തിരി വലിയ വില്ലേജ് ആവുന്നു. ഇവിടെ സ്നോയി വുൾഫ് ഉണ്ടാവില്ലേ. സ്പ്രൂസിൻ്റെ സാപ്ലിങ്ങൊന്നും എടുക്കണില്ല. ഇവിടെ ആ മരം ഉള്ളൂ. പിന്നെന്തിനാ പിഗി ഗ്ലോബറീസ് എടുത്തേക്ക്. വേൾഡിൻ്റെ തുടക്കത്തിൽ മൂന്നില്ലേ. ഷുഗർ കെയിൻ ഉണ്ട്. ഓക്കെ, അതൊന്നും എടുക്കാം. അവിടെ ഷുഗർ കെയിൻ ഞങ്ങൾക്ക് റൂയിൻ പോർട്ടലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഗ്ലോബറീസ് കഴിച്ചിട്ട് നമ്മുടെ ആ വേൾഡ് ഫുഡ് കഴിക്കാൻ. അതിൽ മെലനായിരുന്നു, ഇതിൽ ഗ്ലോബറീസായി. എന്തായാലും സ്പോണ് കുഴപ്പമില്ലാന്ന് പറയാം. വില്ലേജൊക്കെ അടുത്തില്ലേ, പിന്നെന്താ. ഒരു ഷീപ്പുണ്ട്. ഒന്നും ഞാൻ ചെയ്യില്ല, കാരണം വില്ലേജ് അടുത്തില്ലേ. പിന്നെന്തോ നമുക്കിനി പേടിക്കണ്ട. ഇതെന്തോ ലാവേൻ്റെ ബ്ലോക്കോ, ഇങ്ങനെയൊക്കെ ലാവ് വെക്കും. അതവിടെ ജസ്റ്റില്ലേ. ഓ സ്നോല് വെച്ചിട്ട് പറ്റിക്കാനുള്ള ഉദ്ദേശം ജസ്റ്റ്. ഓക്കെ, ലെക്സ്പ്ലോർ ഡയമണ്ട് പിക്സ് കിട്ടിയുണ്ട്. ഫ്രഞ്ച് സീഡ് ഒന്ന് വെച്ചേക്കാം. അത് നമ്മുടെ വേൾഡ് ഷഡ് ഇട്ടിട്ടുണ്ട്. യെസ്, നമ്മൾ ഷഡ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് പോവാം.
ഗ്ലിഞ്ച് സ്റ്റോൺ ഒന്നും കൂട്ടി വെക്കട്ടെ, എനിക്ക് അതാ ഇഷ്ടം. മറ്റേതൊരു രസമല്ല. ഗ്ലിഞ്ച് സ്റ്റോൺ ആക്സസിബിലിറ്റി ഇതിലല്ലേ ഗ്ലിഞ്ച് സ്ട്രെങ്ത്, ഗ്ലിഞ്ച് സ്പീഡ്, ഗ്ലിഞ്ച് സ്ട്രെങ്ത് അല്ല, ഗ്ലിഞ്ച് സ്പീഡ്, ഗ്ലിഞ്ച് സ്ട്രെങ്ത് 100. ഇപ്പോൾ കാണുമായിരിക്കും. യെസ്. എന്നാലും എന്താ എൻചാൻമെൻറ്റ്സ് കാണാത്തത്? എടേ ഇതെന്ത് ഇതിൽ കാണണ്ടല്ലോ നല്ലോണം. എന്താ ആർമറിൽ കാണാത്ത? ഗ്ലിഞ്ച് സ്ട്രെങ്ത് കൂട്ടിയിട്ടില്ലേ? എന്തോ 1 പോയിന്റ് ഇതിൽ ഇതാവും. അങ്ങനെ നമ്മൾ വളർന്നു കയറി ഈ വേൾഡ് നമുക്ക് തീർക്കാം. എടേ നല്ല കോടി ചത്താ പണി വാളും. ഐസ് സ്പൈക്സ് ബയോ. ഇവിടെയൊക്കെ വീടുണ്ടാക്കാനുള്ള സ്ഥലം സെറ്റപ്പാണ്. ഉണ്ടായിരുമ്പോൾ വീട്ടിൽ സമാധാനം ഉണ്ടാവും. ടോൾസ് ഒന്നും ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് വീട് ബെഡ് എടുക്കാം. പിങ്ക് ബെഡ്. ഓക്കെ, നമ്മുടെ പിങ്ക് ബെഡ് എടുത്തിട്ടുണ്ട്. അടുത്ത് ഇവിടെ ഏബലൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് രണ്ട് ബെഡ് ഉണ്ട്. ബ്രെഡ്, വുഡ്, സാപ്ലിങ്, പൊട്ടേറ്റോ ഇല്ലെങ്കിൽ പൊട്ടേറ്റോ മെയിൻ, അതാ അതിൻ്റെ പേര്. അല്ലേ കുത്തണ റോസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതെന്താ 2 ഡോർ? ഇത് 2 ഡോറുള്ള ഇതാണ്. എടാ വീടിൻ്റെ മുന്നിലൊക്കെ നീ ചെടിയൊക്കെയാണ് ഇങ്ങനെ സൈഡ് കിട്ടി കണ്ടോ. 2 ഡോറിൽ സെറ്റ് ചെയ്തു. നമ്മുടെ ചെടി ഉണ്ട് തിളങ്ങാതെ. ചെടി തിളങ്ങുന്നില്ലല്ലോ. വില്ലേജ് ഒന്ന് ലൂട്ട് ചെയ്യട്ടെ. ഇത് കാർവുഡ് പംകിനാ. എപ്പോഴാണ് കാർവുഡ് പംകിനൊക്കെ വരാൻ തുടങ്ങി? കാർവുഡ് പംകിൻ വന്നിട്ട് കാലല്ലേ. സാധാ പംകിനല്ലേ വില്ലേജിലുണ്ടാവുക. കാർവുഡൊക്കെ ഉണ്ടാവും. കൺട്രോളിൻ്റെ ചെറിയൊരു പ്രോബ്ലം. 2 ദിവസത്തിനുള്ളിൽ സെറ്റായിക്കോ. ഇവന്മാരി ഇതിൻ്റെ നടുവിൽ വല്ല ആർമർ ഇത് അവിടെ ആർമർ വെക്കുക പതിവാണ്. ഇപ്പം വെക്കാറില്ല. എന്താണ് ഇങ്ങനെ ആർമർ വെക്കാറ്? നമ്മുടെ മെയിൻ സാധനം നോക്കി വന്ന സാധനം. നമുക്ക് ഈ വില്ലേജിന് ലൂട്ട് ചെയ്യാൻ മീറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ വില്ലേജ് മൊത്തം ലൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നൈറ്റായി. അങ്ങനെ അവിടെ 0 ഡേന്ന് 1 ഡേയിലാവാനായി. യെസ്, നമ്മൾ 1 ഡേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. ഒരു ദിവസം അങ്ങനെ സേവ് ചെയ്ത് കഴിച്ചു നമ്മൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇൻവെൻറ്ററൊക്കെ ക്ലീൻ ആക്കിക്കോ. നമ്മളങ്ങനെ ഇൻവെൻറ്ററി ക്ലീൻ ആക്കിയാൽ നടക്കാൻ പാടില്ല. ഇനി മെയിനായിട്ടുള്ള വുഡ് കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് പ്ലാങ്ക് ആക്കിയിട്ട് സ്റ്റിക്ക് ഒരു 12 സ്റ്റിക്ക് ഒരു ക്രാഫ്റ്റിൻ്റെ സെറ്റ്. ഓക്കെ, ഇതും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോൺ വന്നെടുക്കണം. കോള് മൈൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പിന്നെ ലാവായി. ഒരു കോളുള്ളൂ. ഇവിടെ കോപ്പറിൻ്റെ ന്യൂ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ട്രയൽ കീ ഇല്ല. 1.8 ആയതുകൊണ്ട് ട്രയൽ കീ ഇതിലില്ല. നമുക്ക് എന്തായാലും കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാം. നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ. കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ടല്ലോ. ഈ പിക്കേഴ്സ് നല്ല വേറാണല്ലോ. CN പ്രോഡക്റ്റ് 47 കോബിൾ സ്റ്റോൺ. കുറച്ച് എൻ്റെ കൂട്ടുകാരനും എടുത്തേക്കാണ്. നമുക്കെന്തായാലും ഡയമണ്ട് ആർമർ ആവാം ഫസ്റ്റ്. സോ ഫസ്റ്റ് നമ്മൾ ഡയമണ്ട് ആർമർ ആവാൻ പോവുകയാണ്. പ്ലേസ് ദ ഗ്രൗണ്ട് ടു ക്രാഫ്റ്റ്. ഓക്കെ, ഈ ട്യൂട്ടോറിയൽ പഠിപ്പിക്കണ്ട, നമുക്കറിയാം. നമുക്ക് ആദ്യം ഒരു ഹോ ഉണ്ടാക്കണം. സോഡ് 2 പിക്കേഴ്സ് ഒരു ഷവല് വേണം. ഇരിക്കട്ടെ. ഇപ്പം എല്ലാം ഇരിക്കട്ടെ. ഇപ്പം നമുക്ക് എല്ലാം അത്യാവശ്യമാണ്. ഓക്കെ, അങ്ങനെ എല്ലാ ടൂൾസും ബേസിക്കായിട്ടുള്ളത് ക്രാഫ്റ്റ് ചെയ്തു. ഞാൻ കൊണ്ടുപോയി ഫാം ചെയ്യാം. നമ്മൾ കിട്ടിയ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് ഫാം ചെയ്യാം. നമുക്കിവിടെ ഐസിൻ്റെ ഇതുള്ളത് കൊണ്ട് ഈസിയായി പണി. ആദ്യം കുറച്ച് ഡെർട്ട് കൊടുക്കണം. കുറച്ചധികം ഡെർട്ട് എടുക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നിങ്ങൾ ഡെർട്ട് എടുത്തതിന് ശേഷം ഇങ്ങനത്തെ വല്ല സ്ഥലം നോക്കുക.
ഇങ്ങനത്തെ നല്ല സ്ഥലം കിട്ടിയ ഇവിടെ ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞതാ, ഇവിടുത്തെ ഏരിയ ഉണ്ട്, ഈ വെള്ളമുള്ള അവിടെയൊക്കെ ഡെൽറ്റ് വയ്ക്കുക. ഇത് പൊട്ടിക്കാൻ നല്ല പണിയാണ്. നമുക്കാണെങ്കിൽ പിക്കേഴ്സ് പൊട്ടിക്കാൻ സംഭവമാണ്. കണ്ടി സിമ്പിളായി പൊട്ടിക്കോളും. അങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കാണും. നിങ്ങൾക്കപ്പോൾ ഒരു മഞ്ഞുമലയിൽ എങ്ങനെ സർവൈവ് ചെയ്യണം, മഞ്ഞുമല വോയിസ് അല്ല, ഒരു സാധ്യത എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇതൊക്കെയാണ്. നിങ്ങൾ പെട്ടെന്ന് 3 സ്ഥലത്തും ഇങ്ങനെ കുഴികളുണ്ടാക്കുക. അപ്പോൾ ഓരോ കുഴി ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ പെട്ടെന്ന് ആ പൊട്ടറ്റോ എടുത്ത് നടുക. ആ പൊട്ടറ്റോ പറഞ്ഞാൽ കുഴിയിൽ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. അങ്ങനെ തന്നെ എല്ലാം ചെയ്യുക. ചെറിയൊരു ടച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ്. എൻ്റെ ബട്ടൺ സൈസ് ഇത്ര ഇല്ല, എൻ്റെ 85 എനിക്ക് കൺട്രോൾ ചെയ്യാൻ നല്ല പാടുണ്ട്. അപ്പോൾ ഗെയിമിന് നല്ല പാടാണ് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്നും കൂടി ഇത് നടാം. എവിടെ നെതറിൽ സ്പോണെന്ന് എവിടെയാവും പോലും എനിക്കറിയില്ല. നെതർ പോയിട്ട് എവിടെ അയൺ ടൂൾസ് എത്തിയിട്ടില്ല. എന്നിട്ടാണ് നമുക്ക് എന്തായാലും പെട്ടെന്ന് എല്ലാം നട്ടേക്കാം. അതും കൂടി ചെയ്ത് എൻ്റെ മീറ്റ് വോയിസ്. ഓക്കെ, അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അത് അങ്ങനെ കാണാം. അപ്പോൾ നമുക്കൊരു ഫുഡ് ഫാം സെറ്റായി. അപ്പോൾ എൻ്റെ സ്ക്രീന് ചെറുതായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. എന്താണെന്നറിയില്ല. എല്ലാവരും ഉണ്ടല്ലോ ഈ പണി. കൺട്രോളിൻ്റെ ആണ്. എൻ്റെ കൂട്ടുകാർക്ക് കുഴപ്പമില്ല, കാരണം അവർ എന്താ മെയിൻ കൺട്രോൾ ചെയ്തിട്ടാണ് പറയുന്നത്. അയ്യോ ഷോ എടാ, കൊല്ല പാകത്തിന് ഇട്ട് വന്നു. ഇത് കുറച്ച് ഗുണങ്ങളായിപ്പോയി. കുറച്ച് ബോണ് കിട്ടിയാൽ കൊള്ളായിരുന്നു. കിട്ടിയിരുന്നു അല്ലായിരുന്നു. ആ പട്ടിനെ ടൈം ചെയ്തു. അയ്യൊരു പോണ് അവിടെ കട എന്തില്ല പോണ്. അത് ഈ പരിപാടി കൊള്ളാം. ഇതാകുമ്പോൾ എനിക്ക് ഇവിടെ പോണുണ്ടല്ലോ ഓൾറെഡി. ഇതാരുടെയാണെന്ന് അറിയില്ല. എന്തായാലും ഒരു ഡോഗിനെ ടൈം ചെയ്യാം. എന്തായാലും ഡോഗി പിന്നെ എനിക്ക് കണ്ട ഡോഗു ഇങ്ങോട്ട് പറ. നീ ടൈം ആവോടാ ഇങ്ങോട്ട് ബാഡാ. നീ ടൈം ആവോടാ. നീയും ടൈമായി. അങ്ങനെ 2 പട്ടികൾ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. നമുക്കങ്ങനെ പട്ടികളുടെ കുറവില്ല. കുറച്ച് ബ്ലൂബെറീസ് ഒന്നും എടുക്കട്ടെ. ഇതാണ്ട് ഇങ്ങനെ പൊട്ടിക്കുക. ഈ വെറുതെ ക്ലിക്ക് ചെയ്താൽ അതാ ഫോക്സ് ഒക്കെ ഉണ്ടല്ലോ, കൊള്ളാലോ. അപ്പോൾ കുറച്ച് ഫുഡ് കളക്ട് ചെയ്തിട്ട് മീറ്റ് ചെയ്യാം.